ടെന്നീസ് അത്ര ഈസി അല്ല കളിക്കാൻ. ഇപ്പം ഞാനൊരു റാക്കറ്റ് തരുവാണെങ്കിൽ, ബാഡ്മിൻ്റൻ്റെ റാക്കറ്റ് തരുവാണെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ അത് അടിക്കാൻ ടച്ച് ചെയ്യാൻ പറ്റും. കോക്കിന് ലൈക്ക് ഷട്ടിൽ. ഒളിമ്പിക്സ് ആയിരുന്നു എൻ്റെ ഡ്രീം. ലൈക്ക് 92 ബാർസലോണ. അവിടെ എനിക്ക് ക്വാളിഫൈ ചെയ്തായിരുന്നു, പക്ഷെ പോവാൻ പറ്റിയില്ല. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ നിന്ന് ആ സമയത്ത് ഓൾ ഇന്ത്യ കൂടുതൽ കളിക്കാൻ പോണതും. അതിന് കാരണം എൻ്റെ അച്ഛനാണ്. ഒത്തിരി പ്രാവശ്യം പേടിയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ദെൻ ദൈവം കൊണ്ടുകൂടെ. അത് കാരണം ലൈക്ക് ഇറ്റ് വാസ് ഓക്കെ. ഞാൻ എങ്ങനെയൊക്കെ മാനേജ് ചെയ്തു. ജയിച്ചൊക്കെ കഴിഞ്ഞാൽ വേഗം പുറത്ത് പോകും STD ബൂത്തിൽ. അവിടെ പോയിട്ട് വേഗം വീട്ടിൽ അച്ഛനെ വിളിച്ച് പറയും ഇങ്ങനെ ജയിച്ചു എന്നൊക്കെ. ഈവൻ നമ്മുടെ കേരളത്തിലും ഉണ്ട് കുട്ടികൾ. ബട്ട് ദെൻ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് നോബഡി ഈസ് കമ്മിങ് ടു ദാറ്റ് ലെവൽ. ഈവൻ ആ ചെറിയ ബോള് യു ഫീൽ ഒരു ബോള് വിൽ കോസ്റ്റ് യു അറൗണ്ട് 180 rupees or 200 rupees. അത് ഒരു ദിവസം ലാസ്റ്റ് ചെയ്യാം. മേ ബി 2 days or മേ ബി 1 hour or മേ ബി ഹാഫ് ആൻ അവർ. ഐ സ്റ്റിൽ റിമെമ്പർ. ഇപ്പോൾ എനിക്ക് ആ ഗെയിം എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഉണ്ട്. ബിക്കോസ് സെമി ഫൈനൽസ് ആൻഡ് ഐ വാസ് എ ജൂനിയർ. അത് ലൈക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ലൈക്ക് ഹൗ മെനി ഇയേഴ്സ് ബാക്ക്. പക്ഷെ അതിപ്പോഴും മറക്കാൻ പറ്റില്ല. Because the whole stadium was crying. ഹായ് ഹലോ വ്യൂവേഴ്സ്, ഇന്നത്തെ വുമൻസ് ഡേ സ്പെഷ്യലിൽ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒളിമ്പ്യൻ രാധിക മാം ഉണ്ട്. സോ വെൽക്കം മാം. അപ്പോൾ ഇന്ന് മാം കുറച്ചധികം വിശേഷങ്ങൾ നമുക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഗെയിം എക്സ്പീരിയൻസും ഒളിമ്പിക് എക്സ്പീരിയൻസ് ഒക്കെ. മാം ശരിക്കും പറയാം, ടേബിൾ ടെന്നീസിനെ കുറിച്ചിട്ട് പൊതുവെ ആളുകൾക്ക് കുറച്ച് ഭയങ്കര സിമ്പിൾ ഗെയിമാണെന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ മാം ചെറുപ്പം മുതലേ അതിനോട് ഭയങ്കര യൂസ്ഡ് ആണല്ലോ. ശരിക്കും ഈ ടേബിൾ ടെന്നീസ് എന്ന ഗെയിമിലേക്ക് മാം ശരിക്കും ഭയങ്കര ഫാസിനേറ്റഡ് ആവാൻ കാരണം എന്തായിരുന്നു പണ്ട്? ആക്ച്വലി ടേബിൾ ടെന്നീസ് അത്ര ഈസി അല്ല കളിക്കാൻ. ഇപ്പം ഞാനൊരു റാക്കറ്റ് തരുവാണെങ്കിൽ, ബാഡ്മിൻ്റൻ്റെ റാക്കറ്റ് തരുവാണെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ അത് അടിക്കാൻ ടച്ച് ചെയ്യാൻ പറ്റും. കോക്കിന് ലൈക്ക് ഷട്ടിൽ. പക്ഷെ TT കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഈവൻ കുട്ടികളാണെങ്കിലും അതിനോട് ഇഷ്ടം വരണമെങ്കിൽ ആദ്യം അവർ കളിക്കാൻ തുടങ്ങണം. അപ്പം ഞാൻ കോച്ചിങ് നടത്തിയിരുന്നതാണ്. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികൾ വരുമ്പം ആദ്യം ഇവരെ പേരൻസ് നല്ലോണം ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. ബിക്കോസ് അവരൊന്ന് കളിക്കാൻ തുടങ്ങാൻ തന്നെ ചില കുട്ടികൾ 10 ദിവസം എടുക്കും, ചില കുട്ടികൾ 7 ദിവസം എടുക്കും, ചില കുട്ടികൾ 1 month എടുക്കും. അപ്പം അത് കളിക്കാൻ തുടങ്ങുമ്പോഴേ അതിലുള്ള ഇൻട്രസ്റ്റ് വരുള്ളൂ. ഞാൻ തുടങ്ങിയത് എൻ്റെ അച്ഛൻ സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു. തമിഴ്നാട്ടിനും കേരളത്തിനും വേണ്ടി കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് കാരണം അച്ഛൻ കളിക്കും, എൻ്റെ ബ്രദറിന് കളിപ്പിക്കാൻ തുടങ്ങി. അപ്പം എന്നെയും കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ ടേബിൾ ടെന്നീസിലേക്ക് വന്നതാണ്. പിന്നീട് പറഞ്ഞ ഒളിമ്പിക്സ് അല്ലെങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും ഗെയിം കുറച്ചുകൂടെ മാറല്ലോ. ശരിക്കും ആ സമയത്തുള്ള ഒരു ഗെയിം സ്പിരിറ്റ് ശരിക്കും എങ്ങനെയായിരുന്നു? ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ നിന്ന് ആ സമയത്ത് ഓൾ ഇന്ത്യ കൂടുതൽ കളിക്കാൻ പോണതും. അതിന് കാരണം എൻ്റെ അച്ഛനാണ്. അച്ഛന് ഭയങ്കര ആ ഗെയിമിനോട് ഭയങ്കര ഒരു പാഷനായിരുന്നു. അപ്പം ഞാൻ ഒരു ലെവലിലേക്ക് കളിക്കാൻ തുടങ്ങിയപ്പം അച്ഛൻ അതിന് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ ഒരുപാട് പുറത്ത് ടൂർണമെൻറ്റ്സ് ഒക്കെ കളിക്കാൻ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കൽ വൺസ് യു ആർ ഇൻ ടു ദാറ്റ് നാഷണൽ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നാഷണൽ ക്യാമ്പ് ഒത്തിരി അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ചാൻസ് കിട്ടും. അപ്പം നമ്മുടെ ആ ലെവൽ ഓഫ് ഗെയിം തന്നെ അങ്ങ് മാറും. പിന്നെ അതങ്ങ് കണ്ടിന്യൂ. അത് കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ബെസ്റ്റ് മെമ്മറി ശരിക്കും ഒളിമ്പിക്സ്? ഡെഫിനറ്റ്ലി അത് എപ്പോഴും അങ്ങനെയാണ്. ഒന്ന് നാഷണൽ ചാമ്പ്യൻഷിപ്പ് ജയിച്ചത്. ബിക്കോസ് ഞാൻ 91, 92, 93 ഇന്ത്യ നമ്പർ 1 ആയിരുന്നു. പക്ഷെ നാഷണൽ ടൈറ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ടോപ്പ് സീഡ് ആയിരിക്കും, പക്ഷെ എപ്പോഴും ഏർലി റൗണ്ട്സിൽ ഔട്ട് ആവുമായിരുന്നു. അപ്പോൾ ആ ടൈറ്റിൽ ജയിച്ചത് 95-ലാണ്. അപ്പോൾ അത് കഴിഞ്ഞ ഉടൻ തന്നെ ഒളിമ്പിക്സ് ക്വാളിഫൈ ചെയ്തു. അപ്പോൾ ആ ഇയർ ആണ് എൻ്റെ ബെസ്റ്റ് ഇയർ എൻ്റെ കരിയറിൽ. ശരിക്കും അന്നത്തെ ഒരു ഇറ്റലിയൊക്കെ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ആയിരുന്നു? അല്ല, എൻ്റേത് ഫസ്റ്റ് ഐ വാസ് 14 year old. അപ്പോൾ ഒരു ചൈനയിൽ ഒരു 1 month ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഒരു ചേഞ്ച് ഓഫ് എന്താണ് കളി റിയൽ ആയിട്ട്. ഞങ്ങളിവിടെ ഒരു 2-3 മണിക്കൂർ കളിച്ചുകൊണ്ടിരുന്ന ഞാനൊക്കെ അവിടെ പോയിട്ട് ഒരു 6-7 മണിക്കൂറൊക്കെ ഓൾമോസ്റ്റ് 8 hours. ബിക്കോസ് ടേബിൾ ടെന്നീസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വരിക, അപ്പം മോർണിംഗ് ഒരു 4 hours, വൈകുന്നേരം ഒരു 3.5 hours. അപ്പം അത്രയും കളിച്ച് ഒരു മാസം കളിച്ച് വന്നപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാം. എങ്ങനെയാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത്രയും കളിച്ചിട്ടേ കാര്യമുള്ളൂ. ഇപ്പോഴും ഗെയിംസ് ഒക്കെ ആയിട്ട് മൊത്തം ഇന്ത്യയിലൊക്കെ നടക്കുന്ന ഗെയിംസിനെ കുറിച്ചൊക്കെ അപ്ഡേറ്റ് ആവാൻ ശ്രമിക്കാറൊക്കെ ഉണ്ടോ? ഞങ്ങൾക്ക് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം ലാസ്റ്റ് ഇയർ വരെ ഞാൻ ജൂനിയർ നാഷണൽ ടീമിൻ്റെ കൂടെ കോച്ചായിട്ട് പോകുന്നുണ്ടായിരുന്നു.
ഈ വർഷം ലൈക്ക് 2004 മിഡ് കഴിഞ്ഞിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല. അതുവരെ ഞാൻ ജൂനിയർ ടീമിന്റെ കൂടെ നാഷണൽ ടീമിന്റെ കോച്ചായിട്ട് പോകും. ഇപ്പൊ എങ്ങനെ ശരിക്കും ഒരു മൊത്തത്തില് ആ ഒരു ഗെയിമിനോടുള്ള ഒരു ക്രേസ് പൊതുവേ ഉണ്ടോ എങ്ങനെ ആളുകൾക്ക്? ഇപ്പോഴും ലൈക്ക് ഞാൻ 2 ദിവസം മുമ്പ് ഒരു ക്ലബിൽ ജസ്റ്റ് പോയായിരുന്നു ഒരു ബ്രാക്കറ്റ് കൊടുക്കാനാണ്. അപ്പോൾ ലൈക്ക് ഗെയിം കളിക്കണുണ്ടാൽ അവിടെ ഇരുന്ന് അങ്ങ് കാണും. ഐ ഡോണ്ട് തിങ്ക് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ വന്ന് ഇരിക്കുന്നു തോന്നല്ല, ഈവൻ എനിബഡി. അതിന് ഗെയിമിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയം പോകും, നമ്മൾ ചൂടറിയില്ല, സമയം പോകുന്നതും അറിയില്ല. അപ്പം കളിക്കണം എന്നുണ്ട്, തിരിച്ചൊന്ന് ജസ്റ്റ് റിക്രിയേഷന് വേണ്ടി തുടങ്ങണം. ബട്ട് ഐ ഹാഡ് സം ഇഞ്ചുറീസ്, അത് കാരണം ഇപ്പൊ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിരിക്കുക. ശരിക്കും ആ കാലത്ത് അങ്ങനെയൊക്കെ പോവുക അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറെ പേര് ഭയങ്കര ആയിട്ട് അത്ര ഓപ്പൺ അല്ലാതിരുന്നൊരു സമയമായിരുന്നു ശരിക്കും. എല്ലാവർക്കും സ്പോർട്സിലേക്ക് ഓവർ കോൺസെൻട്രേഷൻ ആയിട്ട് ആരും കൊടുക്കാറ്. ശരിക്കും ആ സമയത്ത് ശരിക്കും അച്ഛൻ തന്നെയായിരുന്നു ഏറ്റവും മോട്ടിവേഷൻ? ഡെഫിനറ്റ്ലി, ബിക്കോസ് ഞാനിപ്പോ പറയാറുണ്ട് അന്ന് മൊബൈൽ ഫോൺസ് ഇല്ല. അപ്പം ഞാൻ എവിടെ പോകുന്നത് എൻ്റെ പേരൻസിന് ഞാൻ വിളിച്ച് പറഞ്ഞാലേ അറിയുള്ളൂ ഞാൻ ഇന്ന സ്ഥലത്തെത്തി. ഈവൻ ഒത്തിരി ട്രാവൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് തന്നെയും. അതേപോലെ ഇപ്പം ഓൺലൈൻ ബുക്കിങ്സ് ഇല്ല, ഞാനൊക്കെ സ്റ്റേഷനിൽ പോയി നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ബർത്ത് കൺഫർമേഷൻ. പിന്നെ ഞാനൊരു 15 years to 20 years റെയിൽവേസിലായിരുന്നു. വൺ ഓഫ് ദ യങ്ങസ്റ്റ്, ഞങ്ങൾ രണ്ടുപേരാണ് യങ്ങസ്റ്റ് ജോബ് കിട്ടിയത്. വന്ദന റാവു അത്ലീറ്റും ഞാനും ആയിരുന്നു റെയിൽവേസിൽ 15 years ജോബിൽ കയറിയ ആൾക്കാർ. അപ്പം ഞങ്ങൾക്ക് എപ്പോഴും പാസ് ഉണ്ടാവും AC. സോ ടിക്കറ്റ് എടുത്താൽ മതി, ബാക്കി കൺഫർമേഷൻ റെയിൽവേ പ്ലെയർ ആയതുകൊണ്ട് കിട്ടുമായിരുന്നു. അപ്പം എവിടെയാ ഈ ട്രാവൽ ചെയ്യുമ്പം ഒത്തിരി തന്നെ, ബിക്കോസ് കേരളത്തിൽ നിന്ന് വേറെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒത്തിരി പ്രാവശ്യം പേടിയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ദെൻ ദൈവം കൊണ്ടുകൂടെ, അത് കാരണം ലൈക്ക് ഇറ്റ് വാസ് ഓക്കെ, ഞാൻ എങ്ങനെയൊക്കെ മാനേജ് ചെയ്തു. പിന്നെ കുറച്ച് വലുതപ്പോൾ കോൺഫിഡൻസ്, നമ്മൾ തന്നെ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കോൺഫിഡൻസ് കൂടും. അപ്പൊ ട്രാവൽ ചെയ്യാൻ, പിന്നെ അത് കഴിഞ്ഞാൽ ഒരുപാട് ഈവൻ അബ്രോഡും ഒറ്റയ്ക്ക് ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും ആ സമയത്ത് കേരളത്തിൽ നിന്ന് ഒറ്റൊരു പ്ലെയറാ, വേറെ ആരും ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു ഗെയിം കളിക്കാൻ വേറെ ആരും ഇല്ല. ഈവൻ ദോ ബാക്കി എല്ലാവരും ഈവൻ ദോ 2 പേരൊക്കെ 3 പേരൊക്കെ ഉള്ളപ്പോൾ ശരിക്കും എങ്ങനെ ആ സമയത്തൊക്കെ അവരോട് നമ്മൾ അധികമായിട്ട് നമ്മൾ ഇത് ചെയ്യാനും പറ്റില്ലല്ലോ, നമ്മുടെ ഗെയിമാണല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ തന്നെ പോകുമ്പോഴും ഞാൻ ചെന്നൈയിൽ പോയിട്ട് എനിക്ക് ഇവിടെ ലോക്കലി കളിക്കുന്ന കുട്ടികളുണ്ട്, പക്ഷെ ആരും അങ്ങനെ ഒരു നാഷണൽ ലെവലിലേക്കൊന്നും ആരും വന്നില്ല കേരളത്തിൽ നിന്ന്. അപ്പോൾ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ ബംഗാളീസ്, തമിഴ്നാട്. അപ്പം ഞാൻ മിക്കവാറും ചെന്നൈയിൽ പോയിട്ട് ചെന്നൈയിലെ ടീമിൻ്റെ കൂടെ പോവായിരുന്നു ആദ്യം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പോകാൻ തുടങ്ങി, ബിക്കോസ് ഞാനൊരു ദിവസം സേവ് ചെയ്യും അവിടെ പോയി പിന്നെ പോകാനൊക്കെ. ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ടൂർണമെൻറ്റാണ്. ഒരു സെഷൻ വെസ്റ്റേൺ കഴിഞ്ഞാൽ പിന്നെ ഈസ്റ്റേൺ ആയിരിക്കും. ആ ഒരു ട്രാവലൊക്കെ അന്ന് നല്ല ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ പോലെ ഓൺലൈൻ അപ്പം തന്നെ ടിക്കറ്റ് എടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. സ്റ്റേഷനിൽ പോയി നിന്ന്, ഈവൻ വീട്ടിൽ വിളിക്കണമെങ്കിൽ മാച്ച് കഴിഞ്ഞാൽ എപ്പോഴും ജയിച്ചൊക്കെ കഴിഞ്ഞാൽ വേഗം പുറത്ത് പോകും STD ബൂത്തിൽ. അവിടെ പോയിട്ട് വേഗം വീട്ടിൽ അച്ഛനെ വിളിച്ച് പറയും ഇങ്ങനെ ജയിച്ചു എന്നൊക്കെ. പിന്നെ ഇവൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഞാൻ ജയിച്ച ചെയ്യാറ് എനിക്കൊരു ഇഞ്ചുറി, ഞാൻ വീണായിരുന്നു, സ്ലിപ്പ് ചെയ്ത്. അന്നൊരു സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു കാലിൽ. അപ്പം അത് അച്ഛൻ എൻ്റെ ഒരു ചെറിയ ഇഷ്യൂ, ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അത് കാരണം വരാൻ പറ്റിയില്ല. നോർമലി എൻ്റെ അച്ഛനാണ് എൻ്റെ കോച്ചും, അപ്പം കൂടെ എപ്പോഴും ഉണ്ടാവുന്നേ. അപ്പം ആ സമയത്ത് വരാൻ പറ്റിയില്ല. പക്ഷെ അത് അച്ഛനെ അറിയിക്കണമെങ്കിൽ എനിക്കത് എന്താ പറയുക, അച്ഛനെ അറിയില്ല. TV-ലും എല്ലാം മാച്ച് പറയുമ്പോഴോ പേപ്പറിൽ പിറ്റേ ദിവസം വന്നായിരുന്നു, ടോപ്പ് സീഡ് ആയിരുന്നു. അപ്പം നാച്ചുറലി പേപ്പറിൽ വരും ഇഞ്ചുറി ആയിരുന്നു. അപ്പം എന്താ ഇഞ്ചുറി, എത്രത്തോളം ഉണ്ടെന്നൊക്കെ പറയാൻ ലൈക്ക് ആ ഒരു, ഇപ്പം അതൊക്കെ നോക്കുമ്പോൾ ജസ്റ്റ് വൺ മെസ്സേജിലൊക്കെ. അതെ. അല്ല ശരിക്കും ചെന്നൈയിൽ അപ്പോഴും ക്രേസ് ഇതുണ്ടായിരുന്നു, ഗെയിം ക്രേസ് ഉണ്ടായിരുന്നു ടേബിൾ ടെന്നീസിൽ. ചെന്നൈയിൽ നല്ല പ്ലേയേഴ്സ് ആയിരുന്നു, അപ്പോഴും ഒത്തിരി പേരുണ്ടായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു ഒരു ലൈഫ് ഓഫ് എ സ്പോർട്സ് പേഴ്സൺ? എൻ്റെ ഹസ്ബൻഡ് ലൈക്ക് ഹി വാസ് ഓൾവേസ് സപ്പോർട്ടീവ്. ഒരിക്കലും നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല കളി. എൻ്റെ ആയിരുന്നു ഒരു മെന്റൽ ലൈക്ക് കുറേ നാളായിട്ട് കളിക്കുന്നുണ്ട്. ഒളിമ്പിക്സ് ആയിരുന്നു എൻ്റെ ഡ്രീം. ലൈക്ക് 92 ബാർസലോണ, അവിടെ എനിക്ക് ക്വാളിഫൈ ചെയ്തായിരുന്നു, പക്ഷെ പോവാൻ പറ്റിയില്ല. ട്രാവൽ അപ്രൂവൽ കിട്ടാത്ത. അപ്പൊ അത് ഗവൺമെന്റ് ഇഷ്യൂ ആണ്. ഞാനും ഭുവനേശ്വരി, ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി എന്റെ പിന്നാലെ നടന്നു, ബട്ട് നടന്നില്ല. സോ അത് കഴിഞ്ഞപ്പോൾ അന്ന് ഒരു ആഗ്രഹമുണ്ട്, ബട്ട് ആഫ്റ്റർ 4 years എന്താവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അത് ക്വാളിഫൈ ചെയ്തപ്പോൾ ലൈക്ക് ദാറ്റ് വാസ് മൈ അൾട്ടിമേറ്റ് ഡ്രീം ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാനും കുറച്ചിങ്ങനെ സ്ലോ ഡൗൺ ചെയ്തു. പിന്നെ അച്ഛൻ്റെ ഹെൽത്ത്
എന്താ പറയുക ഫോഴ്സ് ടു ഗെറ്റ് മാരിഡ്. അപ്പം അങ്ങനെ കല്യാണം കഴിഞ്ഞ് ദെൻ സ്ലോലി അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് കളിക്കാൻ തുടങ്ങി. ദെൻ ഐ പ്ലേഡ് ഫോർ 2 more years ആഫ്റ്റർ ദാറ്റ് ഐ ക്വിറ്റ്. മക്കൾക്കൊക്കെ ശരിക്കും അമ്മ ഉണ്ടാക്കിയ അച്ചീവ്മെന്റ്സിന്റെ ഇമ്പാക്ട് ഒക്കെ ശരിക്കും അവർക്ക് എപ്പോഴാണ് മനസ്സിലായി തുടങ്ങി? ലേറ്റർ, മച്ച് ലേറ്റർ, ബിക്കോസ് കോച്ചിങ് ഞാൻ കളിക്കും, രണ്ടുപേരും ടേബിൾ ടെന്നീസ് കളിക്കും, അശ്വിൻ ആൻഡ് അദ്വൈത്. പക്ഷെ മൂത്ത ആള് സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു. അപ്പൊ ആദ്യമൊന്നും ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലായിരുന്നു, ഐ മീൻ കളിക്കുമ്പം അമ്മ അനു. അപ്പൊ പിന്നെ ലേറ്റർ ഓൺ ദേ റിയലൈസ്, ഞാൻ കോച്ചിങ് ക്യാമ്പൊക്കെ തുടങ്ങിയപ്പം അവരും മോൻ സ്റ്റേറ്റ് കളിച്ചു, അവൻ ഫുട്ബോൾ പ്ലെയറും കൂടെയാണ്, രണ്ടും കളിക്കും. ചെറിയ ആള് സ്കൂൾ ലെവലിലൊക്കെ കളിച്ചതാ. രണ്ടുപേരും ഗ്രോൺ അപ്പ്, ദേ ആർ ഇൻ ടു ജോബ്സ്. അവർക്കറിയാം ഇങ്ങനെ ഇമ്പാക്ട് ഇത്രയും ഫ്രണ്ട്സിന്റെ ആയിരുന്നല്ലോ മാമിന്റെ ഫ്രണ്ട്സിന്റെ. ബിക്കോസ് ഞാൻ സ്കൂളിലും പോയിട്ടുണ്ട്, ഗസ്റ്റ് ആയിട്ട് പോവാറുണ്ട്. നാച്ചുറലി അത് ഞാൻ അവരോട് ചോദിക്കാം. ശരിക്കും ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് എങ്ങനെ ശരിക്കും ഈ ഗെയിം ക്രേസ് ഒക്കെ ഉണ്ടോ? കുറെ പേര് കളിക്കാനൊക്കെ മോട്ടിവേറ്റ് ചെയ്തു. കാരണം റീസെന്റ് നമ്മളൊരു ഏഷ്യൻ ഗെയിംസിൽ നമുക്കൊരു ചെറിയ മെഡൽ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ടൈം ഡബിൾസിൽ. ഒത്തിരി പേരുണ്ട് ഇപ്പൊ ഗവൺമെന്റ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ സമയത്തൊക്കെ ഞാനൊക്കെ ഇന്റർനാഷണൽ പോകുന്നത് വേൾഡ് ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ ഗെയിംസ് ടേബിൾ ടെന്നീസ് പിന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തത്. ആദ്യം ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിരുന്നു, കോമൺവെൽത്ത്, സാഫ് ഗെയിംസ്, ഇത്രയുമായിരുന്നു. ഇന്ന് അതല്ല സ്ഥിതി. വേൾഡ് കണ്ടന്റേഴ്സ് വന്ന ഒരുപാട് ടൂർണമെന്റ്സ് ഉണ്ട്. ഹോൾ ഇയർ ദേ വിൽ ബി പ്ലേയിങ്, എവറി മന്ത് ഒരു 1-2 ടൂർണമെന്റ്സ് ഇങ്ങനെ. അതും ലൈക്ക് ഫസ്റ്റ് 8 ദേ ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി. ഗവൺമെന്റ് സപ്പോർട്ടിങ് സോ മച്ച്. അപ്പം ആ ഗെയിമിന്റെ സ്റ്റാൻഡേർഡും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 പ്രാവശ്യം ഒരേ പ്ലെയറിൻ്റെ അടുത്ത് കളിക്കുമ്പോൾ തേർഡ് ടൈം വി ഫീൽ കോൺഫിഡൻറ്റ്. ലൈക്ക് ഫസ്റ്റ് ഞങ്ങളൊക്കെ ആദ്യം പോയി ഒരു ചൈനീസിൻ്റെ അടുത്ത് കളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഇന്ന് അതല്ല സിറ്റുവേഷൻ. ഒത്തിരി പേര് അവർ ആ ചൈനീസൊക്കെ കളിക്കുന്ന ഒരുപാട് കണ്ടു. ലൈക്ക് 2-3 ടൂർണമെന്റ്, ഫോർത്ത് ടൈം വെൻ യു മീറ്റ് സംബഡി ദ സെയിം പേഴ്സൺ, നമുക്കും ഒരു കോൺഫിഡൻസ് വരും കളിക്കാനായിട്ട്. ഇന്നത്തെ സിറ്റുവേഷൻ ഇസ് ഡിഫറെന്റ്. ഒത്തിരി കുട്ടികളുണ്ട് കളിക്കാൻ. ഞാൻ ആ ജൂനിയർ ടീമിൻ്റെ കൂടെ പോകുമ്പോൾ നമുക്ക് നല്ലോണം ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. അതില് കുറെ പെൺകുട്ടികളൊക്കെ വന്ന് മാമിനോട് സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഡെഫിനറ്റ്ലി. പിന്നെ അവര് എക്സ്പീരിയൻസ് ചോദിക്കാറുണ്ട്. ഈവൻ നമ്മുടെ കേരളത്തിലും ഉണ്ട് കുട്ടികൾ. ബട്ട് ദെൻ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് നോബഡി ഈസ് കമ്മിങ് ടു ദാറ്റ് ലെവൽ. ഐ ഡോണ്ട് നോ, സംവെയർ സംതിങ് ഈസ് ലാക്കിംഗ്. ഈ ശരിക്കും പറഞ്ഞാൽ പണ്ട് മാമിന് ഇങ്ങനെ നല്ല ഗിയേഴ്സ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത് എങ്ങനെയാ ശരിക്കും ടേബിൾ ടെന്നീസിന്? അയ്യോ, എന്താ മനസ്സിലായില്ല. സ്പോർട്സ് ഗിയേഴ്സ്, ബാറ്റും എന്റേത് എനിക്ക് വരുത്തുമായിരുന്നു അച്ഛൻ. അത് അന്നത്തെ കാലത്ത് കിട്ടാനും ഭയങ്കര പാടായിരുന്നു, ബിക്കോസ് ഈവൻ എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പം സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കണം. ലക്ലി ഐ ഹാഡ് 2-3, ദാറ്റ്സ് വൈ 15 years ആയപ്പോൾ റെയിൽവേസിൽ കയറിയ ശേഷം ഐ ഹാഡ് ലൈക്ക് റെയിൽവേസ് ഉണ്ട് എൻ്റെ ട്രാവൽ എക്സ്പെൻസ് ബെയർ ചെയ്യാനായിട്ട്. പിന്നെ ഐ ഹാഡ് സം സ്പോൺസേഴ്സ്, നമ്മുടെ റാക്കറ്റ്, റബ്ബേഴ്സ് അതൊക്കെ സ്പോൺസർ ചെയ്യാനും ഉണ്ടായിരുന്നു. ഈവൻ ഇപ്പൊ അത് ഭയങ്കര എക്സ്പെൻസീവ് കൂടി. മുമ്പ് ഇറ്റ് വാസ് എക്സ്പെൻസീവ്. ശരിക്കും ആ സമയത്ത് ഈ പറഞ്ഞ ഈ എക്സ്പെൻസ് ഭയങ്കര ഒരു ഫാക്ടർ ആയിരുന്നു പലരും വരുന്നതിനും വന്നതിനൊക്കെ. ടേബിൾ ടെന്നീസ് ഡെഫിനറ്റ്ലി ഇപ്പോഴും അതെ എക്സ്പെൻസീവ് ആണ് ഗെയിം. ഈവൻ ആ ചെറിയ ബോള് യു ഫീൽ ഒരു ബോള് വിൽ കോസ്റ്റ് യു അറൗണ്ട് 180 rupees or 200 rupees. അത് ഒരു ദിവസം ലാസ്റ്റ് ചെയ്യാം, മേ ബി 2 days or മേ ബി 1 hour or മേ ബി half an hour. അപ്പം അത് കീപ് പൊട്ടിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, മാറ്റണം. അതേപോലെ റബ്ബർ ലാസ്റ്റ് ഫോർ മേ ബി ആ ഒരു ലെവലിലൊക്കെ കളിക്കുന്നവർ ദേ പ്ലേ അറൌണ്ട് 7 to 8 hours a day. അപ്പോൾ ഫ്യൂ അവേഴ്സ് ആണ് ആ റബ്ബേഴ്സ് ഒക്കെ നിൽക്കുന്നത്. So TT racket will cost you a good one around 30,000-35,000. And ആ പ്ലൈ മാറ്റണ്ട, ബട്ട് റബ്ബർ യു കീപ് ചേഞ്ചിങ്. അപ്പം അത് കാരണം സാധാരണ ഒരാൾക്ക് കളിച്ച് വരാൻ എന്താ പറയുക കുറച്ച് എക്സ്പെൻസീവ് ഗെയിമാണ്. നോട്ട് ദാറ്റ് ദ ടീഷർട്ട് ഓർ ദ ഷൂസ് അതല്ല. ഈവൻ ടേബിൾ ആണെങ്കിൽ ടേബിൾ ഓക്കെ, 1 time ഇൻവെസ്റ്റ്മെന്റ് ഫോർ സം പീരീഡ്. പക്ഷെ റാക്കറ്റും റബ്ബറും it is expensive. ഈ ഗെയിമിനൊക്കെ പറയുമ്പോൾ വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഗെയിം ഇൻ യുവർ കരിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും പറയാ? ഇപ്പോഴും റിമെമ്പർ ചെയ്യുന്ന ദാറ്റ് പ്രഷർ? I can tell you 89 senior nationals, because ഞാൻ ജൂനിയർ നാഷണൽസ് ജയിച്ച സമയം കാലിക്കറ്റിലാണ് ഫസ്റ്റ് ടൈം നാഷണൽസ്. I was playing semi-finals because ഞാൻ ചെറുതായിരുന്നു. ആൻഡ് ദ ഹോൾ ക്രൗഡ്, അപ്പുറത്ത് ഫുട്ബോൾ മാച്ച് എന്ന് നടക്കുമായിരുന്നു കേട്ടോ, കോഴിക്കോട് സ്റ്റേഡിയം അറിയാമല്ലോ. അപ്പോൾ ദ ഹോൾ ക്രൗഡ് വാസ് ഇൻസൈഡ് ദിസ് ഇൻഡോർ സ്റ്റേഡിയം, ബിക്കോസ് അവരുടെ സീറ്റ് എടുത്താട്ടൊന്നും ആയിരിക്കണം, ബിക്കോസ് അതർവൈസ് ഓൾസോ കാലിക്കറ്റ് ദേ സപ്പോർട്ട് ടേബിൾ ടെന്നീസ് എ ലോട്ട്.
അത് അന്നത്തെ ഫുൾ ക്രൗഡ് വാസ് സപ്പോർട്ടിങ് മീ. ഐ സ്റ്റിൽ റിമെമ്പർ, ഇപ്പോൾ എനിക്ക് ആ ഗെയിം എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഉണ്ട്. ബിക്കോസ് സെമി ഫൈനൽസ് ആൻഡ് ദാറ്റ് വാസ് ഐ വാസ് എ ജൂനിയർ. Like I was leading 20 that day. It was അന്നൊക്കെ 21 point ആയിരുന്നു ഗെയിം. Like 2016 the decider, then I went and lost 24-26. So അത് ലൈക്ക് യുനോ ഇപ്പോഴും മറക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് ലൈക്ക് ഹൗ മെനി ഇയേഴ്സ് ബാക്ക്. പക്ഷെ അതിപ്പോഴും മറക്കാൻ പറ്റില്ല. ബിക്കോസ് ദ ഹോൾ സ്റ്റേഡിയം വാസ് ക്രൈങ് അത് കഴിഞ്ഞിട്ട്. ബിക്കോസ് പുറത്തു പോയ ഫസ്റ്റ് ഗെയിം ഏതായിരുന്നു? ചൈന ട്രെയിനിങ് ഇത് നാഷണൽസ് ആണ് ഞാൻ പറയുന്നത്. നാഷണൽ ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. പുറത്തു പോയിട്ട് കളിച്ച ഫസ്റ്റ് ഗെയിം എന്തായിരുന്നു? I went to twice ഞാൻ സാഫ് ഗെയിംസ് ജയിച്ചിട്ടുണ്ട്. ദാറ്റ് വാസ് മൈ കരിയർ ബെസ്റ്റ്. സൗത്ത് ഏഷ്യൻ ഗെയിംസ് ജയിച്ചു. പിന്നെ ക്വാളിഫൈങ് ഫോർ ഒളിമ്പിക്സ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ്. പിന്നെ I was third in സിൽവർ മെഡൽ ഇൻ വേൾഡ് റെയിൽവേസ്. വേൾഡ് റെയിൽവേ ഗെയിംസ് ഉണ്ടായിരുന്നു. അതിനും ഐ വാസ് സിൽവർ മെഡൽ. ദാറ്റ് ഈസ് വൺ ഓഫ് മൈ ഗുഡ് അച്ചീവ്മെന്റ്സ്. അന്നും ബാക്കിയുള്ള സ്പോർട്സ് അവരൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നു. ദോസ് ഡേയ്സ് യെസ്. ഐ ഫീൽ ഇപ്പോഴത്തെയും കാട്ടി അന്നത്തെ ആ സമയത്താണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് എന്താ പറയാ എല്ലാ സ്പോർട്ടുമായിട്ട് എല്ലാവരും മിങ്കിൾ ചെയ്തുകൊണ്ടിരുന്നൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ. അപ്പോൾ ഓക്കെ മാം, താങ്ക് യു ഫോർ ദ ടൈം. Thank you so much.